അപ്പൊ നമുക്കിന്ന് കളഞ്ഞു കിട്ടിയിട്ടുള്ള വണ്ടി എന്ന് പറയണ ഒരു മിനി കൂപ്പർ എസ് ആണ് ഗൈസ്. ഈ കാണുന്ന ഈ കുഞ്ഞു സാധനം ഉണ്ടല്ലോ, ചില്ലറ സാധനം ഒന്നുമല്ല. ഏതാണ്ട് 300 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ് ഗൈസ് ഈ സാധനത്തിനകത്ത് ഇരിക്കണേ. അപ്പോൾ അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. വണ്ടിയുടെ ബോഡി ഫുള്ള് ഡാമേജ് ആയിട്ടുണ്ട് ഗൈസ്. ഏതാണ്ട് എഞ്ചിനും അതുപോലെ ടയറും മാത്രമേ വേറെ കുഴപ്പമില്ലാണ്ടുള്ളൂ. ഇതിനെ നമുക്ക് ഫുള്ള് റീസ്റ്റോർ ചെയ്ത് സെറ്റ് ആക്കി ഇറക്കണം. അടിപൊളിയായിട്ട് ട്യൂൺ ചെയ്ത് പൊട്ടിക്കാനാണ് എന്റെ പ്ലാന്. അപ്പൊ നമുക്ക് എന്തായാലും ഈ വണ്ടി ഇവിടെ ഇട്ട് അധികം നശിപ്പിക്കണ്ട. നമുക്ക് ഇവനെ പതിയെ നമ്മളെ വീട്ടിലോട്ട് കൊണ്ടുപോവാം. അനക്ക് നോക്കട്ടെ കേട്ടാ, വേറെ സീനൊന്നും ഞാൻ കാണുന്നില്ല. താരടെ ഈ കാട്ടിനകത്ത് കൊണ്ട് ഇട്ട വണ്ടിയെ ഇവിടെ ഇച്ചിരി ഇടുക്കാണ്, ഉള്ളിലോട്ട് കയറ്റി ഇട്ടിക്ക് കേട്ടോ അവൻ. നമുക്ക് പതിയെ പതിയെ എടുക്കാം കേട്ടോ വണ്ടി. ഇവിടെ വേറെ സീനില്ല. ഓക്കേ, ലെറ്റ്സ് ഗോ. എഞ്ചിന് വേറെ പ്രശ്നമില്ലാത്തതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കാല് കൊടുക്കാം കേട്ടോ. ഇവിടെ എന്തുവാണ് ഈ സാധനം? ലെറ്റ്സ് ഗോ. ഇതിന് ട്യൂണും കൂടെ ചെയ്താൽ സെറ്റ് ആയിരിക്കും കേട്ടോ. ഓ, പോകുന്ന വഴിക്ക് തന്നെ മണ്ണാണല്ലോ ഈശ്വര. എന്താ അളിയ, വേറെ ലെവല് സാധനം കൈ. ദാണ്ട് അവിടെ ഒരു വെള്ളം കാണുന്നുണ്ട്, നമുക്ക് വെള്ളത്തിലൊന്ന് ചാടിച്ചോ കേട്ടോ. ലെറ്റ്സ് ഗോ. ഞാൻ ഒന്ന് പുഷ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇതിന്റെ മാക്സിമം നമുക്ക് എത്ര നോക്കാം, സ്റ്റോക്കിൽ എത്ര സ്പീഡ് കിട്ടുമോ നോക്കാം. എന്നിട്ട് നമുക്ക് ട്യൂൺ ചെയ്തിട്ട് ഉള്ള സ്പീഡും കൂടെ ചെക്ക് ചെയ്യാവേ. ഓളിക്കാ, ചവിട്ടിയിട്ട് കിട്ടില്ല. ബ്രേക്കൊക്കെ പോയിരിക്കും കേട്ടോ ഗൈസ്, അതുകൊണ്ട് ബ്രേക്ക് അധികം നമ്മൾ നോക്കണ്ട. ലെറ്റ്സ് ഗോ. നമുക്ക് അത്യാവശ്യം റോഡ് കണ്ടുപിടിക്കണോടെ. ഫസ്റ്റ് അതാണ് പരിപാടി. റോഡ് എവിടെയാണെല്ലേന്ന് അറിയത്തില്ല ഗൈസ്. ഇവിടെ മൊത്തം കാടായിട്ട് കിടക്കുക. ഏതാ വ്യൂ? അവിടെ നമുക്ക് പിന്നൊരു ദിവസം പോവാവേ. എന്തായാലും വന്ന സ്ഥിതിക്ക് പോണോ? അവിടെ നമുക്ക് പിന്നൊരു ദിവസം ട്രിപ്പ് വെച്ച് വരാം. ഓക്കെ, ഇന്ന് നമ്മൾ റീസ്റ്റോറേഷൻ പരിപാടിയായിട്ട് നമുക്ക് ഈ വണ്ടിയുടെ കാര്യം നോക്കാം. എടാ നോക്കിയാ, വെള്ളത്തിൽ ഇറക്കിയപ്പോൾ തന്നെ ഏതാണ്ട് ചെളിയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. വണ്ടി അത്യാവശ്യം കുട്ടപ്പനായിട്ടുണ്ട്. ഇനി ആ പൊട്ടൽ മാത്രം ഒന്ന് മാറ്റിയാൽ മതി. നമുക്ക് KL നമ്പർ പ്ലേറ്റ് ഒക്കെ വെച്ച് ഇറക്കണം കേട്ടോ ഈ സാധനത്തെ. എന്റെ പേരിലുള്ള നമ്പർ പ്ലേറ്റ് ഒക്കെ വച്ചിറക്കണം. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ റോഡ് എത്തിയിട്ടുണ്ട്. പിന്നല്ല, എന്ത് രസമാണ് അതിന്റെ സൗണ്ട്. ഇത് ട്യൂണും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് പറക്കും കേട്ടോ സാധനം. ഓളിയ, ശരിയായ സൗണ്ട് കേട്ടോ. ഗിയർ മാറ്റുമ്പോഴുള്ള സൗണ്ട് കാണാം. സോറി, കേക്കണം. സൗണ്ട് എങ്ങനെയാടാ കാണാൻ പറ്റുക? ഞാൻ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണേ. സൗണ്ട് കണ്ടാ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോളെ. ഏതാ വണ്ടി? ഇതൊക്കെ ആരളിയാ കൊണ്ടവിടെ ഇട്ടേ? ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. നമ്മൾ ഏതാണ്ട് വീടെത്താറായി. കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിന്റെ ടോപ്പ് എന്റെ ഇടയ്ക്ക് നോക്കാൻ പറ്റുമോ നോക്കാം. നല്ല റോഡ് കിട്ടിയാൽ ഞാൻ കൊളുത്തി വിടുക. ലെറ്റ്സ് ഗോ. ആ വളവ് കണ്ടില്ലടേ ഞാൻ. പിന്നല്ല, പോട്ട് 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 പോട്ട്. മുകളിൽ ആരോ പാട്ടിട്ടേക്കോ കേട്ടോ. പക്ഷെ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല, ഞാൻ ഓഫ് ചെയ്തിട്ടേക്കോ. ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് ശരിയായ സൗണ്ട് വണ്ടിക്ക്. കണ്ടാ? ലെറ്റ്സ് ഗോ. ഏതാ സാധനം? ആളിയ, അത് കണ്ടത്ത് കയറും കേട്ടാ. ഇല്ലില്ല, കൺട്രോൾ കിട്ടി ഗൈസ്. നല്ല കൺട്രോൾ കേട്ടോ വണ്ടി. അടിപൊളി കൺട്രോളാണ് സാധനത്തിന്. ഒന്ന് ടോപ്പ് കയറ്റി നോക്കാവോ? നല്ല റോഡ് കിട്ടിയാൽ കൊടുക്കാട്ടോ. ചെറുതായിട്ടൊന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്തേ, പണി പാടി. ആ സ്പീഡിൽ അത്രയും കൊടുക്കാൻ പാടില്ലടാ. നല്ല റോഡ് കിട്ടിയാൽ നമുക്ക് കൊടുക്കാതെ 50 ഗിയർ വരെ ഇടാൻ പറ്റിയതുള്ളൂ. 170 കയറിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വളവ് വരുന്ന ഗൈസ്, അതാണ് പ്രശ്നം.
നമ്മൾ ഏതാണ്ട് വീടെത്താറായി. ഇനി ഇതിനെ പണിയണം കഴിച്ചു. അതാണ് പരിപാടി. എവിടെ കൊണ്ടുപോയി പണിയോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മളെ വീട്ടില് ഇത്രയും ഹൈടെക് വണ്ടിയൊന്നും സെറ്റാക്കാനുള്ള ടൂൾസ് ഒന്നും ഇല്ല. മിക്കവാറും പുറത്ത് നമ്മൾ വേറെ വർക്ക്ഷോപ്പിൽ കൊടുക്കേണ്ടി വരും. ലെറ്റ്സ് ഗോ. ഇവിടെ നിന്ന് റൈറ്റ്. നമ്മൾ വീടെത്താറായി. ഇതിന്റെ ടോപ്പ് എൻഡ് നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതിനുള്ള റോഡ് കിട്ടില്ല കേട്ടോ. ഗിയർ മാറുമ്പോഴുള്ള സൗണ്ട് എന്റെ അളിയ ഒരു രക്ഷയില്ല കേട്ടാ. നമ്മൾ വീടെത്താറായി ഗൈസ്. ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി. ദാ വരുന്നൊരു കാലമാട ഇടിക്കാൻ വേണ്ടിയിട്ട്. പിന്നല്ല, ഇനി റൈറ്റ് ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇതിനെ ഫുള്ള് സെറ്റാക്കി ഇറക്കാൻ പോവാണ്. ഒരു പടക്കക്കട തുടങ്ങാനാണ് എന്റെ പരിപാടി. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിനെ ട്യൂണൊക്കെ ചെയ്ത് വണ്ടി റീപെയിന്റ് ഒക്കെ ചെയ്തിട്ട് കാണാം. സോ ഗൈസ്, അപ്പോൾ പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. വണ്ടിയുടെ ടോട്ടൽ ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മൾ ഓവറായിട്ട് സ്പോയിലറൊന്നും വെച്ച് കൊളാക്കിയിട്ടില്ല. വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഞാൻ തന്നെയാണ് ട്യൂൺ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പടക്കക്കടയാണ് ഗൈസ് ഈ വണ്ടിക്കകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ എക്സോസ്റ്റ് നോട്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. സംഭവം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യട്ടാ ഗൈസ്. ശരിക്കും ഒരു പടക്കക്കടയാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വണ്ടി എന്തായാലും റോഡിലോട്ട് ഇറക്കാം. നമ്മൾ വൃത്തികേടായിട്ട് വലിയ മോഡിഫിക്കേഷൻ ഒന്നും പുറത്ത് ചെയ്തിട്ടില്ല. നമ്മൾ എൻജിൻ ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് കൂടുതലും നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ പ്രത്യേകിച്ച് വണ്ടി അലമ്പാക്കാൻ വേണ്ടിയിട്ട് വലിയ സ്പോയിലേഴ്സും കാര്യങ്ങളൊന്നും വച്ചിട്ടില്ല. കുട്ടി സ്പോയിലറാണ് നമ്മൾ ബാക്കിൽ ഇപ്പോൾ വച്ചിട്ടുള്ളത്. വണ്ടിക്ക് കിടില സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടാ. നല്ലൊരു റോഡ് കണ്ടാ ഞാൻ അപ്പ ചവിട്ടും. ഉള്ള കാര്യം പറയാം. ഓ, ബാക്കിൽ നിന്ന് സ്മോക്ക് ഒക്കെ വരുന്നുണ്ട് കേട്ടാ. അളിയാ ഗൈസ്, വെയിറ്റ് റിഡക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 512 കിലോളം വെയിറ്റ് റിഡക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. വണ്ടി ഇപ്പൊ കാറ്റ് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞ. കൊള്ളാടാ. ഒരു ഹോണെങ്കിലും അടിച്ചൂടെ മച്ചു. സംഭവം എന്റെയാണ് കുറ്റം. എന്നാലും ലെറ്റ്സ് ഗോ ഗൈസ്. നല്ലൊരു മഴ വരുന്നുണ്ട് കേട്ടാ. നമുക്കിതിനെ പറപ്പിക്കാൻ വേണ്ടി പറ്റിയൊരു റോഡ് കണ്ടുപിടിക്കണം. എടാ, ആരൊക്കെയാടാ അവിടെ കിടന്ന് കറങ്ങുന്നേ? ഞാൻ ഒന്ന് ഗൈസ്, വണ്ടി കൈ നിക്കണ്ടാട്ടാ. പിന്നെ അല്ല, പക്ഷെ നമുക്കും പറ്റും കേട്ടാ. ലെറ്റ്സ് ഗോ ഗൈസ്. ഇനി നമുക്ക് ഇവന്റെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ഹൈവേ കണ്ടുപിടിക്കണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഒരു ഹൈവേ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം അങ്ങോട്ട് പോവാട്ടോ. ലെറ്റ്സ് ഗോ ഗൈസ്. ഇവന്റെ ടോപ്പ് സ്പീഡ് നിങ്ങൾ ഗെസ് ചെയ്ത് എത്ര കയറും? നല്ല മഴയുള്ള റോഡാണ് കേട്ടോ. സോറി, മഴയുള്ള റോഡാണ് ഗൈസ്. നല്ല മഴ പെയ്ത് കിടക്കും കേട്ടോ. റോഡിൽ മൊത്തം വെള്ളമാണ്. ഗൈസ്, ഇവൻ എത്ര കയറുമെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ മിനി കൂപ്പറിന്റെ ടോപ്പ് സ്പീഡ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ് ഗൈസ്. ഏതാ സൗണ്ട്? ഓക്കെ, ഇവിടെ നിന്ന് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നമ്മൾ നല്ല കുറച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് ലിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അടിപൊളി ലിപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാം. നല്ലൊരു ഹൈവേ ഇട്ടിട്ടുണ്ട്. നാഷണൽ ഹൈവേ കണക്കൊരു ഹൈവേ ഇട്ടിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. ഫസ്റ്റ് ഗിയറിൽ 45, സെക്കൻഡ് ഗിയറിൽ 69 കയറിയിട്ടുണ്ട്. ഓ, തേർഡ് ഗിയറിൽ കറക്റ്റ് 100 കേട്ടാ. എത്ര ഗിയർ ഉണ്ടെന്ന് അറിയത്തില്ല കേട്ടാ. ഫോർത്ത് ഗിയറിൽ 131 ഗൈസ്. ഫോർത്ത് ഗിയറിലെ കട്ട് ഓഫ് 131 ആണ്. കൺട്രോൾ കിട്ടുന്നുണ്ട് ഈ വണ്ടി, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഫിഫ്ത് ഗിയറിൽ എത്ര? ഫിഫ്ത് ഗിയറിൽ 157 കിട്ടിയിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് ഗിയർ എന്ന് തോന്നുന്നു കേട്ടാ. മിനി കൂപ്പറിന്റെ ലാസ്റ്റ് ഗിയർ നമ്മൾ ഇട്ടിട്ടുണ്ട്. എത്ര കയറുമെന്ന് അറിയത്തില്ല ഗൈസ്. ഞാൻ ഇതിനു മുമ്പ് നോക്കിയിട്ടില്ല. വണ്ടി സ്റ്റോക്കല്ല കേട്ടോ. വണ്ടി നമ്മൾ ട്യൂൺ ചെയ്ത വണ്ടിയാണ്.
ഇത് മൈൽസ് പെർ ഗൈസ്, ഇത് കിലോമീറ്റർ പെർ അവർ അല്ല, മൈൽസ് പെർ അവർ ആട്ടോ. മൈൽസ് പെർ അവറിൽ എത്ര കിട്ടുമെന്ന് നമ്മൾ നോക്കുന്നത്. ഗൈസ് 171 കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോ 171 മൈൽസ് പെർ അവർ ആണ് നമ്മുടെ മിനി കൂപ്പറിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. നമ്മൾ ട്യൂൺ ചെയ്തിട്ടുള്ള വണ്ടി ആട്ടോ, ഇത് സ്റ്റോക്ക് അല്ല ഗൈസ്. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഇവനെ ചാടിക്കണം ഗൈസ്. നമ്മൾ സ്ഥിരം ചാടിക്കാറുള്ള പാലത്തെ തന്നെ കൊണ്ടുപോവാ. അത്രയും ദൂരം നമുക്ക് കൊടുത്തു കേട്ടോ. ഇന്റീരിയർ കണ്ടോ വണ്ടിന്റെ, ഏതാ സാധനം. ലെറ്റ്സ് ഗോ. എന്താളിയാ എടാ, അകത്തിരുന്ന് പൊട്ടുന്ന സൗണ്ട് കേക്കട്ടാ, കണ്ടാ ഏതാ സാധനം. 135 കയറിയിട്ടുണ്ട്. നേരത്തിനെക്കാട്ടും കയറോ നോക്കട്ടെ. ഇപ്രാവശ്യം നമുക്ക് കയറ്റണം. എടാ, ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാട്ടാ വണ്ടി കുറെയൊക്കെ പറഞ്ഞേ. 156 കയറിയിട്ടുണ്ട്, 160 കയറിയിട്ടുണ്ട്, 162. ഓക്കെ, ഇത് ഇറക്കം വേണ്ടി കുറച്ചുകൂടെ കയറുന്നു കേട്ടാ. 169 കയറിയിട്ടുണ്ട്, 172 കയറിയിട്ടുണ്ട്. ഇനിയും കയറും 174. ലെറ്റ്സ് ഗോ. 174. എടാ, മാക്സിമം 174 തന്നെ കേട്ടോ. 174 ആണ് ഗൈസ് നമ്മുടെ വണ്ടിയിൽ കിട്ടിയിട്ടുള്ളത്. ഇത്ര സ്പീഡിൽ പോകുമ്പോൾ നല്ല കൺട്രോൾ ആട്ടോ ഗൈസ്. വണ്ടി ഒടുക്കത്തെ കൺട്രോളാണ് വരുന്നത്. ഇതിന്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 172 ആട്ടോ. നമ്മള് ഇറക്കമൊക്കെ വരുമ്പോഴാണെങ്കിൽ ഒരു 2-3 കൂടിയെന്നൊക്കെ വരും. അടിയ പറഞ്ഞേ ഉള്ളൂ കൺട്രോൾ കിട്ടുന്നെന്ന്. അതിന്റെ ഇടയിൽ കൊണ്ട് ഇടയ്ക്ക് കൺട്രോൾ പോകും കേട്ടാ. ഞാൻ സ്പീഡോമീറ്ററിലാണ് കൈ നോക്കിക്കൊണ്ടിരിക്കണം. അതാ എന്റെ കൺട്രോൾ പോകുന്നത്. വണ്ടിയിലെ പോണല്ല, എന്റെ കൺട്രോൾ പോകുന്നതാണ്. ഓ, ഈ വണ്ടി ഏറ്റവും സുഖം ഓടിക്കാൻ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോ കേട്ടോ. നല്ല രസം എന്റെ സൗണ്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോ കേൾക്കാൻ വേണ്ടിട്ട്. നമ്മൾ സ്ഥിരം ചാടിക്കാറുള്ള സ്ഥലം എത്തിയില്ലടേ. ഏതാ സാധനം. എന്റെ പള്ളി പൊട്ടു നോക്കിയേ. ഗൈസ്, ഇരുട്ടാറായ ടയറുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ചാടിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു റേസിന് പോകാനുള്ളതാണ്. നമ്മൾ ചാടിക്കുന്ന സ്ഥലം എത്തിയിട്ടുണ്ട്. ഓളിയോ ഗൈസ്, ദാ കാണുന്ന റാമ്പിലാണ് നമ്മള് വണ്ടി ചാടിക്കാൻ പോണേ. ഗിയർ മാറുമ്പോ പൊട്ടുന്നുണ്ടാ. ഇവിടെ നിന്നാണ് ഗൈസ് നമ്മളെ വണ്ടി ഇത്രയും ഹൈറ്റിലോട്ടാണ് നമ്മൾ വണ്ടി ചാടിക്കാൻ പോണേ. ലെറ്റ്സ് ഗോ. നമ്മള് ആ കാണുന്ന ഗോണ്ടവൃത്തം പോയണ്ടാ, അതുപോലെ നമ്മള് ഇപ്പൊ ചാടിക്കാൻ പോവാട്ടാ ഈ വണ്ടി. നമുക്ക് കുറച്ച് ദൂരെ നിന്ന് വരാം. അങ്ങ് ദൂരെ ഒരു ഗാരേജ് കാണുന്നില്ല ഗൈസ്, അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞേ. ഇത് എത്ര ദൂരം ചാടുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പുറത്തൊരു കുളമുണ്ട്, ഏതാണ്ട് അത് കടന്നാൽ കൊള്ളാം. മിക്കവാറും കടക്കത്തില്ല കേട്ടോ ഗൈസ്, കാരണം ഇത് ആ മൈൽസ് പെർ അവർ ഇല്ലേ, ഒരു 400 ആയിക്കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ അപ്പുറത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഈ വണ്ടിയുടെ മാക്സിമം എന്ന് പറയണേ 200 പോലും ആയിട്ടില്ല. എനിക്ക് കയറുമെന്ന് തോന്നില്ല കേട്ടോ. മിനിമം 400 എങ്കിലും ആവണം, എന്നാലേ ആ കുളം കിടക്കത്തുള്ളൂ ഗൈസ്. നമുക്ക് നല്ല ബാക്കിൽ നിന്ന് വരാം കേട്ടോ. എത്ര ബാക്കിൽ നിന്ന് വരാൻ പറ്റുമോ അത്രയും ബാക്കിൽ നിന്ന് വരാം. ഓക്കെ, മതി, ഇവിടെ മതിയാവും. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. അപ്പൊ എല്ലാം റെഡി അല്ലേ? നമുക്ക് നമ്മുടെ മിനി കൂപ്പർ ചാടിച്ചും വരാം. എത്ര ദൂരം പോകുന്ന നോക്കാം. ഓളിയ, ഇവിടന്നേ ഗിയറെല്ലാം മാറ്റി പോട്ടോ. ഇവിടന്നേ 60 ഗിയർ ഉള്ളൂ നമുക്ക്. ഓക്കെ, മാക്സിമം സ്പീഡ് ഇവിടന്നേ നമുക്ക് കൊടുക്കണം, എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് ചാടിക്കാൻ പറ്റൂ. ഓക്കെ, 50 ഗിയർ. ഇവിടന്നേ 6 ഇടാട്ടോ. 172 കാരണം അതാണ് ഇതിന്റെ മാക്സിമം സ്പീഡ്.
ഗൈസ് ഒരു 400 ആവാതെ നമുക്ക് ആ കുളത്തിന്റെ അപ്പുറത്ത് പോകാൻ പറ്റത്തില്ല കേട്ടോ. ഇത് എന്റെ അടുത്ത് പോലും എത്തത്തില്ല എനിക്ക് തോന്നുന്നു. ഓക്കെ നോക്കാം എന്നാലും. ഓ റോക്കറ്റ് ആടാ ഈ സാധനം. എന്റെ ആളിയെ പൊട്ടു നോക്കിയേ. ലെറ്റ്സ് ഗോ. വണ്ടിക്കൊന്നും പറ്റിയില്ല. അടിപൊളി ഗൈസ്. നമ്മൾ അതിന്റെ 7 അകലത്ത് എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. നമ്മളെ വണ്ടിയുടെ ബാക്കിലാണെങ്കിൽ ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഫ്രണ്ട് ബമ്പർ എല്ലാം പോയിട്ടില്ല കേട്ടാ. കൂടുതൽ പെയിന്റ് ആണ് ഇളകിയിട്ടുള്ളത്. ലിപ്പിന് എന്തായാലും ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. ലിപ്പിനൊന്നും പറ്റിയിട്ടില്ല. സാറിന് ലിപ്പാണ് ഒടിഞ്ഞ് തെറിക്കാറ്. ഇപ്രാവശ്യം എന്തായാലും ലിപ്പിനൊന്നും പറ്റിയിട്ടില്ല. കറക്റ്റ് ആയിട്ട് വണ്ടി ലാൻഡ് ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് റിപ്പയർ ചെയ്തിട്ട് വേണം അടുത്ത സ്ഥലത്തോട്ട് പോകാൻ. അടുത്ത് നമുക്കൊരു റേസിനൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഏത് റേസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത്. ഓക്കെ ഗൈസ്, റേസ് നടക്കുന്ന സ്ഥലം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ കത്തിച്ചു വിടാട്ടോ. നമുക്ക് അവിടെ പെട്ടെന്ന് എത്തണം. ഓ ഏതാ എന്ത് സൗണ്ട് അല്ലേടാ ഈ സാധനത്തിന്. എനിക്ക് ഈ വണ്ടിയുടെ ലുക്കിനെക്കാട്ടും കൈ സൗണ്ടാണ് ഇഷ്ടപ്പെട്ടത്. കുറച്ചേരം ഇന്ത്യയിൽ ഇട്ട് ഓടിക്കാവേ. ഒളിയോ ഇപ്പൊ ഇടിച്ചാനെ. 50 ഗിയറിലാണ് പോണേ. 50 ഗിയറിൽ 128. ഓക്കെ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളെ റേസ് നടക്കുന്ന സ്ഥലം. നമുക്ക് ഇപ്രാവശ്യം എന്തായാലും റേസ് ജയിച്ചേ പറ്റൂ. നമ്മളെ മിനി കൂപ്പർ വെച്ചിട്ട് ഈ റേസ് ജയിക്കണം ഗൈസ്. ഇത് നമ്മുടെ അഭിമാന പ്രശ്നമാണ്. ജയിച്ചേ പറ്റൂ. ഏതാണ്ട് സെയിം സ്പെക്കുള്ള വണ്ടികളായിരിക്കും നമ്മളിവിടെ റേസ് ചെയ്യാൻ പറഞ്ഞ കേട്ടാ. ഹയർ CC ഒന്നും വരാറില്ല. വരുമോന്നും അറിയത്തില്ല കേട്ടാ. വന്നാ പെട്ട്. ഓക്കെ ബട്ട് ഇത് നമുക്ക് ജയിച്ചേ പറ്റൂ. ലെറ്റ്സ് ഗോ. എടാ വന്മാരെല്ലാം ഇപ്പോഴേ കയറിടാ. അളിയ മാറിക്കെ. ജയിച്ചേ പറ്റൂ മച്ചാനെ. ഇടിക്കല്ലേ. ഇവന്മാരേലും എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടി ഇതാട്ടോ. ഇവന്മാർ ഇടിച്ചു തരും കൈസ് വെച്ച്. മാറാ സായിപ്പോപ്പി ആക്കല്ല എന്നെ കൊണ്ട്. ഗൈസ് ഇപ്പൊ തന്നെ നമ്മൾ ഏതാണ്ട് ഇടിക്കുന്നറാ വണ്ടി. ഇവൻ ആറാ അവന്റെ അഡ്രസ്സും ഡീറ്റെയിൽസും തന്നെ അടിക്കണം എനിക്ക് അവനെ. ഗൈസ് വണ്ടി ചെറുതായിട്ട് കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കൺട്രോൾ പോകുന്നുണ്ട് കേട്ടാ. ഈ ബാക്കിൽ നിന്ന് പറഞ്ഞാലും ചത്താലും ഞാൻ വിടത്തില്ല. തോറ്റാലും കുഴപ്പമില്ല. അവനെ ഞാൻ വിടത്തില്ല. എന്നെ 2 വട്ടാ മേടിച്ചത്. എന്ത് പവറാടി അവന്റെ വണ്ടിക്ക്. ആ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞ 2 നമുക്ക് പിടിക്കണം കേട്ടാ. ഗൈസ് ഞാൻ STPയിലോട്ട് ഇടേണ്ടി വരും. STPയിലിട്ട് എന്നെ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അറിയാല്ല. ലെറ്റ്സ് ഗോ ഗൈസ്. 2 ലാപ്പായി. അളിയാ 2 ലാപ്പായി. ഇനി വിടാൻ പാടില്ല. ഉമ്മരെ പിടിച്ചേ പറ്റൂ. പിന്നല്ല ചെറുതായിട്ട് അവന്മാരെ പറ്റിച്ചാട്ടാ. നമ്മളാ ചെക്ക് പോയിന്റ് എടുത്താ ശരിക്കും പറഞ്ഞാ. എനിക്ക് തോന്നില്ലാട്ടാ ഗൈസ്. ഇവന്മാര് ബാക്കിൽ നിന്ന് പോകത്തില്ല. അസല് വള്ളികളാണ് കേട്ടാ. ഉമ്മാര് പോകത്തില്ല. നമ്മൾ തൊട്ട് ബാക്കിണ്ട് കണ്ടാ. തൊട്ട് ബാക്കിലുണ്ട് നമ്മളെ. ഓളിയോ എങ്ങനെയൊക്കെ കേറിപ്പോയി കേട്ടാ. വിടത്തില്ലടാ ഞാൻ ഒരുത്തനെ. ചത്താലും ഞാൻ വിടത്തില്ല. പിന്നല്ല. എടാ ഇത് 2ാമത്തെ ലാപ്പ് ആയതല്ലോ കേട്ടോ. ഇനി ഒരു ലാപ്പ് കൂടെ ഉണ്ട്. ആളിയ ഇത് വിഷയാവും. ഇനി ഒരു ലാപ്പ് കൂടെ ഉണ്ട് ഗൈസ്. 3rd ഗിയർ വെച്ചു കൊടുക്കാം. സൗണ്ടിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാട്ടാ ഗൈസ്. ഇനി നമുക്ക് കാമായിട്ട് ഓടിക്കാം. കാര്യം എന്ന് വെച്ചാൽ ഇവന്മാര് കേറാതെ നോക്കിയാൽ മതി. നമ്മളെ ഫസ്റ്റ് പ്ലേസ് നമ്മൾ നഷ്ടപ്പെടുത്താണ്ട് നോക്കിയാൽ മതി കേട്ടാ. നമുക്ക് ഏതാണ്ട് ഈ സ്പീഡിൽ പോയാൽ മതി. അവന്മാരെ കയറ്റി വിടാണ്ട് നോക്കിയാൽ മതി. വേറെ സീനൊന്നുമില്ല. പക്ഷെ അവന്മാര് കയറി വരും കേട്ടാ. പറയാൻ പറ്റത്തില്ല ഗൈസ്. അതാ വരുന്നു. തൊട്ട് പിറകണ്ട കേട്ടാ. ഞാൻ ഒന്ന് സ്പീഡ് കുറച്ചതും കയറി വരുന്നുണ്ട് ബാക്കിൽ നിന്ന്. നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് എവിടെയാണെന്ന് അറിയത്തില്ല കേട്ടോ. ഇവിടെ എവിടെ ഉണ്ട് സംഭവം. ഓ ആളിയ
ചേടാ ഇവന്മാര് പോയിട്ടില്ല. ലെറ്റ്സ് ഗോ. പിന്നെ അല്ല, അതൊക്കെ അത്രേ ഉള്ളൂ. വണ്ടി ഏതാ ലുക്കല്ലേ. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നമ്മളെ വണ്ടി നമുക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇടണം. അതെവിടെയാണ് നമ്മുടെ വീട്? അവിടെ വീടല്ലല്ലോ, നമുക്കിതിൽ കുറച്ച് പരിപാടിയും കൂടെ ചെയ്യാനുണ്ട്. നമുക്ക് ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടിടുന്നതായിരിക്കും ഗൈസ് നല്ലത്. ഓക്കെ, നമുക്ക് നമ്മുടെ വണ്ടി തൽക്കാലം ഇനി കുറച്ച് പരിപാടി ഉണ്ട്. കാരണം ഞാൻ വിചാരിച്ച അത്ര സെറ്റായിട്ട് വണ്ടി വന്നിട്ടില്ല. നമുക്കിതിൻ്റെ ടോപ്പ് എൻഡ് ഒന്ന് ചെറുതായിട്ട് കൂട്ടാനുണ്ട്. അപ്പോൾ നമുക്കിതിനെ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ കൊടുക്കണം. അപ്പം വണ്ടിയുടെ ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ഏർപ്പാടുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ്റെ വണ്ടി കൊടുത്താൽ പുള്ളിക്കാരൻ സെറ്റായിട്ട് ട്യൂൺ ചെയ്ത് തരും. ഇതിൻ്റെ ടോപ്പ് എൻഡ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചെയ്തിട്ടുള്ള കുറവാട്ടോ ഗൈസ്. 172 ഒന്നുമല്ല, ഇത് 200-ന് മേലെ കയറി വണ്ടി. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത്ര സെറ്റായിട്ട് വന്നിട്ടില്ല. പക്ഷെ ലുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റായിട്ടുണ്ട് കണ്ടാ. ഏതാണ്ട് അളിയാ അത് ഞാൻ കണ്ടില്ല കേട്ടോ. ഏതാണ്ട് ലുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു കുറവും നമ്മൾ വരുത്തിയിട്ടില്ല. വണ്ടി അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കളർ ഏതാണെന്ന് അറിയുന്നുള്ളൊരു കമൻറ്റ് ചെയ്യാട്ടോ. ഒരു പിങ്കിഷ് ബ്ലാക്ക് ടൈപ്പ് കളറാട്ടോ. കളറിൻ്റെ കാര്യം എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. സോ അറിയാമെന്നുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യും. ഗേൾസൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ലിപ്സ്റ്റിക് ഷെയ്ഡിൻ്റെ കാര്യങ്ങളൊക്കെ അറിയായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കളറും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. ഇവിടെ എവിടെയാണ് അവൻ്റെ വീട് കണ്ടുപിടിക്കട്ടെ. ഇവിടെ ആയിട്ട് പൊട്ടിക്കാൻ കേട്ടോ. അപ്പോൾ പയ്യൻ ഇറങ്ങി വരുമായിരിക്കും. യെസ് 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 ഗൈസ്, നമുക്കിവിടെ സംഭവം നിർത്തിയിടാം. അളിയ ഏതാ ലുക്കല്ലേ സാധനത്തിന്. പെയിന്റ് അടിക്കാൻ എന്നെ പോയിട്ടുള്ളൂ കണ്ടാ. അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിന് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഈ പെയിന്റിൽ നമ്മൾ അത്യാവശ്യം ക്ലീൻ ആയിട്ട് വണ്ടി മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ബാക്ക് ഇറങ്ങും കേട്ടാ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഈ വണ്ടി ഇനി അത്യാവശ്യം ട്യൂണൊക്കെ ചെയ്ത് നമ്മൾ ഇറക്കുന്നതായിരിക്കും. ഇതിൻ്റെ പാർട്ട് 2 നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. നമ്മൾ കുറച്ചുകൂടെ ട്യൂൺ ചെയ്ത് സെറ്റായിട്ട് നമ്മൾ ഈ വണ്ടി ഇറക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 100K ആണ്.